പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. മാനത്തേക്കാർ മേഘമപ്പുറം സൂര്യപ്രഭയുണ്ടെന്നതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. ഇരുളാർന്ന രാവുകൾക്കുമപ്പുറം പുലരി തൻ ശോഭയുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. കലിതുള്ളും തിരമാലയ്ക്കപ്പുറം ശാന്തി നൽകും യേശുവുണ്ടതോർക്കണം. വിശ്വാസത്തോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേണം. അവനുത്തരം നൽകുമെന്നറിഞ്ഞിടേണം. ഇല പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. പ്രത്യാശയോടെ നീ ദൈവത്തെ നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേ
പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലങ്കൈയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ പത്മോസിൽ ഒരു തടവുള്ളിയായി കഴിയുകയാണ്. ഏതാണ്ട് 10 മൈൽ നീളവും 5 മൈൽ വീതിയുമുള്ള ആ ചെറിയ ദ്വീപിൽ. അവിടെ കയ്യിലോ കാലിലോ ചങ്ങലയില്ല, അവിടെ ബന്ധനത്തിലല്ല. പക്ഷേ ആ ദ്വീപിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുകയില്ല. മെഡിറ്ററേനിയൻ കടലിലെ ആ ദ്വീപിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഏകാഗിയായി കഴിയുകയാണ്. അന്ന് ലോകമൊട്ടാകെ അറിയപ്പെടുന്ന സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യത്തിൽ ഡൊമീഷ്യൻ ചക്രവർത്തി ഭരിക്കുന്ന കാലമായിരുന്നു. നീറോ ചക്രവർത്തിക്ക് ശേഷം ഏറ്റവും ഭീകരമായ കാട്ടാള ഭരണം ഭരിച്ച ഒരു ചക്രവർത്തിയാണ് ഡൊമീഷ്യൻ. ഡൊമീഷ്യൻ ചക്രവർത്തി അദ്ദേഹം പറഞ്ഞു, ചക്രവർത്തിയാണ് ദൈവം, ഡൊമീഷ്യനാണ് ദൈവം, നിങ്ങൾ എന്നെ ആരാധിക്കണം. അവരെല്ലാവരും പറയണം, മനുഷ്യർ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിലുള്ളവരെല്ലാവരും പറയണം, ഡൊമീഷ്യനാണ് ദൈവമെന്ന് പറയണം. മനുഷ്യൻ ദൈവമാണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഭയാനകമായൊരവസ്ഥയാണ്. വളരെ ഭയാനകമായ ഏറ്റവും ഭീകരമായൊരവസ്ഥയാണ്. അത് പൈശാചികമായ അവസ്ഥയാണ്. സാത്താൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണത്. ഞാനാണ് ദൈവമെന്ന് തോന്നുക. ഈ ഡൊമീഷ്യൻ ചക്രവർത്തി അങ്ങനെ വെറുതെ ഭാവിച്ച് പറഞ്ഞതല്ല. ഡൊമീഷ്യൻ ചക്രവർത്തിക്ക് അങ്ങനെ തന്നെ തോന്നിയിരുന്നു, ചക്രവർത്തിയാണ് ദൈവമെന്ന്, ചക്രവർത്തി തന്നെയാണ് ദൈവമെന്ന്. ചക്രവർത്തിയെ ആരാധിച്ചു കൊള്ളണം. ആരാധിക്കാൻ മനസ്സില്ലെങ്കിൽ അവരെ കൊന്നുകളയുക തന്നെ ചെയ്യും. സത്യക്രിസ്ത്യാനികൾ, വിശ്വാസികൾ യേശുക്രിസ്തുവിനല്ലാതെ ആരെയും ആരാധിക്കുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം വിശ്വസിച്ചിരുന്നു അദ്ദേഹമാണ് ദൈവമെന്ന്. യോഹന്നാൻ ശ്ലീഹ ഒട്ടും സമ്മതിച്ചില്ല, അതിന് വഴങ്ങിയില്ല, ആ ദുരുപദേശത്തിന് കീഴടങ്ങിയില്ല. തന്മൂലം പത്മോസിലേക്ക് നാട് കടത്തി. പക്ഷേ എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനമുണ്ടല്ലോ. എല്ലാം നന്മയ്ക്ക്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്യമാണ് റോമർ 8:28. എല്ലാം നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കും. അങ്ങനെ ആ ഏകാന്തമായ വാസത്തിൽ ആത്മാവിൻ്റെ വിവശത പ്രാപിക്കാനിടയായി. യോഹന്നാസ്ലീഹയ്ക്ക് ആത്മാവിൻ്റെ വിവശത കിട്ടി, ആത്മീയമായ വെളിപ്പാടുകൾ കിട്ടി, സ്വർഗീയമായ വെളിപ്പാടുകൾ കിട്ടി, വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതായ വലിയ വെളിപ്പാടുകൾ ലഭിച്ചു. കർത്താവായ യേശുക്രിസ്തു നേരിട്ട് തേജോമയനായി യോഹന്നാസ്ലീഹയ്ക്ക് പ്രത്യക്ഷനായി യോഹന്നാസ്ലീഹയെ തൻ്റെ മഹത്വമുള്ള വചനം പരമേൽപ്പിച്ചു. വരാനിരിക്കുന്ന കാര്യങ്ങൾ, ലോകാവസാനം വരെയുള്ളതായ കാര്യങ്ങൾ വളരെ അത്ഭുതകരമായ വിധത്തിൽ അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. ആത്മീയമായ വിവശതയിൽ എല്ലാം വെളിപ്പെട്ട് കിട്ടി. അതുകൊണ്ട് ഇന്ന് ജീവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് എന്തെല്ലാമാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള ഒരു ദർശനം, ഒരു വെളിപ്പാട് നമുക്ക് ഇന്ന് ലഭിക്കുന്നതിനത് കാരണമായി തീർന്നു. ഇനി വരാൻ പോകുന്ന കാലത്ത് കർത്താവായ യേശുവിൻ്റെ 2ാമത്തെ വരവ്, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത, സഹസ്രാബ്ദ വാഴ്ച, വരാനിരിക്കുന്ന ഭയങ്കരമായ ആ 3-ാം ലോകമഹായുദ്ധം, ഭീകരമായ അനേകം സംഭവങ്ങൾ, വരാൻ പോകുന്ന ബാധകൾ, ദൈവികമായ
ക്രോധകലശം വീഴ്ത്തുമ്പോൾ ഉണ്ടാകുന്നതായ വിനകൾ, ആപത്തുകൾ, ദുർഘടങ്ങൾ, കഷ്ടപ്പാടുകൾ, ജനങ്ങൾ നേരിടുന്നതായ അനേകം പ്രതിസന്ധികൾ, ഇതെല്ലാം വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതായ വ്യക്തമായ ദർശനമാണ് അപ്പോസ്തലന് ലഭിച്ചത്. അത് നീ എഴുതുക എന്നാണ് കർത്താവ് പറഞ്ഞത്. നീ ഇതെല്ലാം എഴുതി വയ്ക്കുക എന്നാണ് പറഞ്ഞത്. എഴുതി വയ്ക്കാൻ പറഞ്ഞു. എന്തിന്? വരുംകാല തലമുറയ്ക്ക് വേണ്ടി, ഇന്ന് ജീവിക്കുന്ന നമുക്ക് വേണ്ടി നാം ഇന്നതാണല്ലോ നാം ചിന്തിക്കുന്നത്. നമുക്ക് വേണ്ടി ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നു. തേജോമയനായ ക്രിസ്തുവിനെയാണ് വെളിപ്പെട്ടത്. തേജോമയനായ ക്രിസ്തു. അപ്പോസ്തലനായ യോഹന്നാന് കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത്, കർത്താവ് പരസ്യശുശ്രൂഷ ചെയ്ത കാലത്ത് അപ്പോസ്തലനായ യോഹന്നാന് യേശുവിൻ്റെ തേജോമയമായ ദർശനം ലഭിച്ചിരുന്നു. അന്ന് താബോറിലേക്ക് കർത്താവ് തൻ്റെ ശിഷ്യന്മാർ 3 പേരെയും കൂട്ടിക്കൊണ്ട് കയറിപ്പോയപ്പോൾ അന്ന് വലിയ അത്ഭുതകരമായ ഒരു ദർശനമാണ് കിട്ടിയത്. യോഹന്നാൻ സ്ലീഹായും ഉണ്ടായിരുന്നു, പത്രോസ് ഉണ്ടായിരുന്നു, യാക്കോബ് ഉണ്ടായിരുന്നു. അവർ 3 പേരും അത്ഭുതത്തോടെ നോക്കി നിന്നു. തേജോമയമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യവും ക്രിസ്തുവിന് വന്നതായ തേജോമയമായ രൂപാന്തരവും അപ്പോഴുണ്ടായ അതിശയകരമായ വെളിപ്പാടുകളും, സ്വർഗത്തിൽ നിന്ന് മോശയും ഏലിയാവും എഴുന്നള്ളി വന്ന് യേശുവിനോട് സംഭാഷിക്കുന്നതും, അങ്ങനെ ആ അത്ഭുതകരമായ ചില രംഗങ്ങൾ ഭൂമിയിൽ വെച്ച് കണ്ടത് അപ്പോസ്തലന് ഓർമ്മയുണ്ട്. ആ തേജോമയനായ യേശുവിനെയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ക്രൂശിൽ കിടന്ന് പിടഞ്ഞ യേശുവിനെ കണ്ടിട്ടുണ്ട്, ക്രൂശിൽ കിടന്ന് പിടയുന്നത് കണ്ടിട്ടുണ്ട്, വേദനിച്ച് എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞ് കരയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടത് എന്തെന്ന് പറഞ്ഞ് കർത്താവ് കരയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ തേജസ്സിൻ്റെ കർത്താവിനെ വീണ്ടും കാണാൻ കിട്ടുകയാണ്. തേജസ്സിൻ്റെ കർത്താവ്, മഹത്വപൂർണനായ യേശുവിനെ ഇപ്പോൾ കാണുകയാണ്, നേരിട്ട് കിട്ടുകയാണ്. എല്ലാ ക്ഷീണവും മാറുന്നു, എല്ലാ തളർച്ചയും മാറുന്നു, കഷ്ടപ്പാടുകളേറ്റ് വലഞ്ഞുപോയ ജീവിതത്തിൻ്റെ ദുരിതങ്ങളെല്ലാം മറന്നു പോകുന്നു. തേജസ്സിൻ്റെ ക്രിസ്തുവിനെ എഴുതിയെടുത്ത് കിട്ടിയാൽ എല്ലാം മറക്കും. അതൊരു ആശ്വാസകരമായ കാര്യമാണ്. യേശു ക്രിസ്തുവിനെ അടുത്ത് കിട്ടിയാൽ ദുരിതങ്ങളെല്ലാം മറക്കും. യേശു ക്രിസ്തുവിനെ അടുത്ത് കിട്ടിയാൽ നമുക്ക് അനശ്വരമായ ശാന്തി നമുക്ക് ലഭിക്കും. യേശു ക്രിസ്തുവിനെ അടുത്ത് കിട്ടിയാൽ അത്ഭുതകരമായ സമാധാനം നമുക്ക് ലഭിക്കും. യേശു ക്രിസ്തുവിനെ കിട്ടുക, യേശു ക്രിസ്തുവിനെ അടുത്ത് കിട്ടുക, യേശു ക്രിസ്തു നമ്മോട് ചേർന്നുണ്ട് എന്നുള്ളതായ ഒരു ബോധ്യം കിട്ടുക. കർത്താവിൻ്റെ തിരുവിലാവിൽ കർത്താവിൻ്റെ മാറിൽ യോഹന്നാൻ സ്ലീഹ ചാരി അന്ന് ഒടുവിലത്തെ അത്താഴ സമയത്ത്, അന്ന് ആ തിരുവത്താഴ സമയത്ത് കർത്താവിൻ്റെ മാറിൽ ചാരി ഇരുന്നത് യോഹന്നാൻ സ്ലീഹയ്ക്ക് ഓർമ്മയുണ്ട്. അതേ യേശുവിനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അന്നത്തെ രൂപം മാറി ഇന്ന് തേജോമയനായി കാണുന്നു. അപ്പോസ്തലന്റെ ക്ലേശങ്ങളെല്ലാം മറന്നു, പത്മോസിലെ ഏകാന്തത മറന്നു, ആരും കൂടെ ഇല്ലല്ലോ എന്നുള്ളതായ പ്രയാസം മറന്നു, എന്നെ സഹായിപ്പാൻ എന്നോട് കൂടെ നിന്ന് പ്രാർത്ഥിക്കാനും മുട്ടുമുടക്കാനും ഇല്ലല്ലോ എന്നുള്ളതായ വിഷമവും മാറി. നല്ല ശാന്തമാണ്, നല്ല സമാധാനമാണ്. യേശു ക്രിസ്തുവിനെ അടുത്ത് കിട്ടുക. എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ ഞങ്ങളോട് പറയട്ടെ, നിങ്ങൾ യേശുവിനെ അടുത്ത് കിട്ടാൻ നിങ്ങൾ വാഞ്ചിക്കണം, അതിനുവേണ്ടി നിങ്ങൾ കൊതിക്കണം, അതിനുവേണ്ടി നിങ്ങൾ ദാഹിക്കണം. യേശുവിനെ അടുത്ത് കിട്ടണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അരികത്ത് നമ്മുടെ ചേർന്ന് വന്ന് നിൽക്കുന്ന ക്രിസ്തുവിനെ ആത്മാവിൽ നമുക്ക് കാണാൻ സാധിക്കണം. ഒരു രൂപം കാണുകയല്ല, ഒരാകൃതി കാണുകയല്ല, ഒരു പടം കാണുകയല്ല, എന്നാൽ യേശുവിൻ്റെ ആ മഹത്വത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉത്ഭൂതമാകുന്ന മഹാഭാഗ്യം നമുക്ക് ലഭിക്കണം. യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹാസന്തോഷം. ദൈവത്തിന് സ്തോത്രം. എല്ലാ ദുഃഖങ്ങളും മറന്നുപോകും. അതുകൊണ്ടല്ലേ നമ്മിൽ പലരും ഇന്ന് കഷ്ടപ്പാടുകൾ വരുമ്പോഴും നിരാശപ്പെടാതിരിക്കുന്നത്, കുടുംബത്തിൽ ദുരിതമുണ്ടാകുമ്പോഴും നിരാശപ്പെടാതിരിക്കുന്നു, മക്കൾക്ക് രോഗമുണ്ടാകുമ്പോഴും നിരാശപ്പെടാതിരിക്കുന്നു, ഭർത്താവ് അവസരയിലാകുമ്പോഴും നിരാശപ്പെടാതിരിക്കുന്നു, കുടുംബത്തിൽ പൈസയുടെ ക്ലേശവും ഞെരുക്കവും ഉള്ളപ്പോഴും നിരാശപ്പെടാതിരിക്കുന്നു. നിരാശ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ അനേകം പേര് നിരാശപ്പെട്ടവരാണ്. പല കാര്യങ്ങളിലും നിരാശപ്പെട്ടവരാണ്. നിങ്ങളുടെ പ്രതീക്ഷിക്കാത്തതുപോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. പല കാര്യങ്ങളിലും മനസ്സ് നൊന്ത് വിങ്ങിയാണ് ഇരിക്കുന്നത്, വളരെ ഭാരപ്പെട്ടാണ് ഇരിക്കുന്നത്. മനസ്സ് നീറുന്ന പ്രശ്നങ്ങൾ നമുക്ക് പലർക്കും ഉണ്ട്. എന്നാൽ ആ പ്രയാസങ്ങളുടെയും കഷ്ടതകളുടെയും മധ്യത്തിലുള്ളതായ നൈരാശ്യം നമ്മളെ തൊടാതിരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ തേജസ്സമ്മെ വലയം ചെയ്യുകയാണ്. ദൈവ തേജസ് ഒന്ന് വിശ്രമിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിലുള്ളതായ ദുരിതങ്ങൾ വന്നിങ്ങനെ ആഞ്ഞടിക്കുന്നു. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നത് പോലെ, ചുഴലിക്കാറ്റ് ആഞ്ഞ് വീശുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദുരിതങ്ങളൊന്ന് ആഞ്ഞടിക്കുന്നു. എന്നാൽ
നമുക്ക് സമാധാനത്തോടെ നിൽക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്? യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ ആ തിരുസാന്നിധ്യം നമുക്ക് ലഭിക്കുന്നത് കൊണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഈ തിരുസാന്നിധ്യം കിട്ടുകയാണ്. നിങ്ങൾ പക്ഷേ അറിയുന്നില്ല. വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ കാതുകളിൽ ഈ വചനം വന്ന് പതിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ യേശുക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കിട്ടുകയാണ്. പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നില്ല, പക്ഷേ ആ കണ്ണുകൊണ്ട് നിങ്ങൾ കാണുകയാണ് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത്. എന്തൊരു സമാധാനപരമായ ജീവിതമാണെന്നോ, എന്തൊരു ആശ്വാസമുള്ള ജീവിതമാണെന്നോ. കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് പോയ പാവങ്ങളെല്ലാം കഴുകി കിട്ടുന്നു. എന്തൊരു ഭാഗ്യം! ഇതുവരെയും ജീവിതത്തിൽ നിന്ന് പോയ കേടുകളെല്ലാം മാറിക്കിട്ടുന്നു. എല്ലാ കെടുതികളും മാറിക്കിട്ടുന്നു. എല്ലാ ആകുലങ്ങളും മാറിക്കിട്ടുന്നു. എല്ലാ രോഗങ്ങളും മാറിക്കിട്ടുന്നു. എന്തൊരു സമാധാനം! ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ ലഭിക്കുന്നതായ സമാധാനം, ക്രിസ്തു അരികത്ത് വരുമ്പോൾ കിട്ടുന്നതായ സമാധാനം. അപ്പോസ്തലനായ യോഹന്നാന് ആ സമാധാനമാണ് കിട്ടിയത്. ഇന്ന് എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സമാധാനം തരുവാൻ കർത്താവ് നിങ്ങളുടെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, ഇന്ന് നീ എന്നെ ഒന്ന് സ്പർശിക്കണമേ, നീ എന്നെ ഇന്ന് ഒന്ന് തലോടണമേ, നീ ഇന്ന് എൻ്റെ കണ്ണുനീരും തുടച്ചു തരണമേ, എൻ്റെ ആകുലങ്ങളൊന്ന് മാറ്റി തരണമേ, എൻ്റെ ആവശ്യഭാരങ്ങളുടെ ആകുലതയിൽ വലയുന്ന എൻ്റെ ഹൃദയത്തിൻ്റെ ആശ്വാസം തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ദൈവത്തെ അപേക്ഷിച്ചുകൊണ്ടിരിക്കണം. ഹൃദയം കാണുന്ന ദൈവമാണ്. നമ്മുടെ മനസ്സിലുള്ളതെല്ലാം കാണുന്നൊരു ദൈവമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ കാണുന്നൊരു ദൈവമാണ്. ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നൊരു ദൈവമാണ്. ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നൊരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തയെ ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. സ്തോത്രം. എന്താണ്? നിൻ്റെ ആഗ്രഹങ്ങൾ നിർവഹിച്ചു തരും. അതാണ് വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ വാക്യം 37 സങ്കീർത്തനത്തിലാണ്, 37 സങ്കീർത്തനം 3-ാം വാക്യം മുതൽ. എന്നാൽ വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ ഞാൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയും, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. നമുക്ക് വേണ്ടി എല്ലാം നിർവഹിക്കാൻ ഒരാളുണ്ട്. നമുക്ക് വേണ്ടി എല്ലാം നിർവഹിക്കാൻ ഒരാളുണ്ട്. കൊച്ചുകുട്ടി അവന് അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട, അവന് പുസ്തകം മേടിക്കുന്ന കാര്യം അന്വേഷിക്കേണ്ട, അവന് പേന വാങ്ങിക്കുന്ന കാര്യം അന്വേഷിക്കേണ്ട, അവന് ഷർട്ടിൻ്റെ കാര്യമോ അവൻ്റെ ഡ്രസ്സിൻ്റെ കാര്യമോ അവൻ അന്വേഷിക്കേണ്ട. അവനെല്ലാം അവൻ്റെ അപ്പന് കൊടുക്കുന്നു, അല്ലെങ്കിൽ അമ്മ കൊടുക്കുന്നു. അവനൊന്നും അന്വേഷിക്കേണ്ട. എന്നതുപോലെ നമുക്ക് വേണ്ടിയെല്ലാം നിർവഹിക്കാൻ ഒരാളുണ്ട്. നമുക്കൊരു രക്ഷകർത്താവുണ്ട്. സ്തോത്രം. നമുക്കൊരപ്പനുണ്ട്. മോളെ, നിൻ്റെ ഭർത്താവ് മരിച്ചുപോയി, പക്ഷേ നിനക്ക് ഒരു കർത്താവുണ്ട്, നിനക്കൊരു ഉടയവനുണ്ട്. നീ ഏകാഗിയല്ല. ഏകാഗിയാണെന്ന് നീ പറയരുത്. എനിക്ക് ആരുമില്ലെന്ന് നീ പറയരുത്. ആരുമില്ലെന്ന് നീ പറയരുത്. നിനക്കൊരാളുണ്ട്. നിനക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളുണ്ട്. പിറകെ പോകാൻ കൊള്ളാവുന്ന ഒരാളുണ്ട്. അനുഗമിപ്പാൻ യോഗ്യനായ ഒരാളുണ്ട്. സ്നേഹത്തോടെ വിശ്വസിച്ച് പിന്നാലെ ചെന്ന് അപേക്ഷകൾ സമർപ്പിക്കാൻ ഒരാളുണ്ട്. നിങ്ങൾക്ക് അവൻ്റെ പാദപീഠത്തിൽ നിങ്ങൾ മുട്ടുമടക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നീ എന്നെ മറികടന്നു പോകല്ലേ എന്ന് പറയാം. നീ എന്നെ മാറി കടന്നു പോകല്ലേ എന്ന് പറയാം. എനിക്ക് നാഥ, നിന്നെ വിളിച്ചപേക്ഷിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല, നിൻ്റെ പേര് ഉച്ചരിപ്പാൻ പോലും എനിക്ക് യോഗ്യതയില്ല. എൻ്റെ യേശുവേ, ഞാൻ ഇതാ ദൂരെ മാറി നിന്നുകൊണ്ട് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. എൻ്റെ കർത്താവേ, നീ എന്നോട് മനസ്സിലിയണമേ. ഞാൻ നിൻ്റെ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ സാക്ഷിയെ നീ ലജ്ജിതനാക്കരുതേ. നിൻ്റെ സാക്ഷിയാകാനാണ് എൻ്റെ തീരുമാനം. നിങ്ങളിതെല്ലാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ നിൻ്റെ സാക്ഷിയാകാനല്ലേ എൻ്റെ സമർപ്പണം. ഞാൻ ലജ്ജിച്ചു പോകാൻ നീ വിട്ടുകൊടുക്കല്ലേ. പിശാചിൻ്റെ കയ്യിലേക്ക് നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കല്ലേ. ശത്രു എന്നെ തൊടാൻ നീ സമ്മതിക്കല്ലേ. നിൻ്റെ തീമതിലേക്ക് ചുറ്റും നീ തീമതിലായി ചുറ്റും കെട്ടണമേ. നിൻ്റെ തിരുരക്തത്താൽ നീ ഒരു വലയം സൃഷ്ടിക്കണമേ എനിക്ക് ചുറ്റും. ആ തിരുരക്തത്തിൻ്റെ വലയത്തിനുള്ളിൽ ഞാൻ സുരക്ഷിതനായിരിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. സ്തോത്രം. തിരുരക്തത്തിൻ്റെ വലയത്തിനുള്ളിൽ സുരക്ഷിതനായിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ ദൈവത്തിൻ്റെ തേജസ് കണ്ടു. അപ്പോൾ കർത്താവ് യോഹന്നാനോട് സംസാരിച്ചു. കണ്ടപ്പോൾ മരിച്ചവനെ പോലെ കാൽക്കൽ വീണു എന്നാണ് വായിക്കുന്നത്. 17 വാക്യം വായിക്കൂ. ഈ വെളിപ്പാട് 1:17. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോസ്തലനായ പൗലോസിന് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മരിച്ചവനെ പോലെ വീണു. തേജസ് വന്ന് ചുറ്റും മിന്നിയാൽ മരിച്ചവനെ പോലെ വീഴും. നമ്മുടെ കഴിവെല്ലാം പോയി നമുക്ക് മനസ്സിലാകും. ഒന്നുമില്ല, നമ്മുടെ കഴിവുകൊണ്ടൊന്നും സാധിക്കില്ലെന്ന് മനസ്സിലാകും. അതുവരെ വേണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് അന്ന് പോന്നതുപോലെ, അന്ന് അപ്പോസ്തലനല്ല, അന്ന് ശൗൽ പോന്നതുപോലെ
ഭീഷണി പറഞ്ഞുകൊണ്ട് പോരാം, ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് പോരാം, ദൈവമക്കളെ കൊല്ലുമെന്ന് വീമ്പിളക്കിക്കൊണ്ട് പോരാം. സ്തേഫാനോസിനെ കൊന്നതല്ലേ, അതുപോലെ ഞാൻ അനേകം ദൈവങ്ങളെ ഞാൻ കൊല്ലുമെന്ന് ശൗലെന്ന് പറഞ്ഞതുപോലെ നല്ല ധീരതയോടെ പ്രസ്താവിച്ചുകൊണ്ട് പോരാം. കൂടെയുള്ളവരെയെല്ലാം ആവേശം കൊള്ളിച്ചുകൊണ്ട് പോരാം. സംസാരത്തിൻ്റെ കരുത്തുകൊണ്ട് അനേകരെ ആവേശം കൊള്ളിക്കാം. പക്ഷേ പെട്ടെന്നാണ് ദമസ്കോസിൻ്റെ പടിവാതിലിനോട് എടുക്കുമ്പോൾ പെട്ടെന്ന് വലിയൊരു വെളിച്ചം ചുറ്റും മിന്നി. വലിയൊരു വെളിച്ചം, കണ്ണഞ്ചി പോകുന്ന പ്രകാശം. എന്താണ് മനസ്സിലായില്ല. പെട്ടെന്നൊരു വലിയ വെളിച്ചം. ശൗല് താഴെ വീണു, കൂടെയുള്ളവർ താഴെ വീണു, എല്ലാവരും താഴെ വീണു പോയി. നടു റോഡിൽ എല്ലാവരും താഴെ വീണു. വലിയൊരു വെളിച്ചം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ വെളിച്ചം നിങ്ങളുടെ ചുറ്റും മിന്നും. വേണമെങ്കിൽ നിങ്ങൾ സന്ദർശിക്കും, നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വെളിച്ചത്താൽ നിങ്ങൾ ഉന്മിഷത്തായ അനുഭവത്തിലേക്ക് നിങ്ങൾ വരും. ആ വെളിച്ചത്താൽ നിങ്ങൾ തേജസ് പ്രാപിക്കും. നിങ്ങളുടെ ഭാരങ്ങൾ മാറും. നിങ്ങൾ ആ വെളിച്ചത്തിൽ മയങ്ങി വീഴും. ശൗല് അന്ന് നടു റോഡിൽ വീണ് കിടക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. എല്ലാവരും കേട്ടു ശബ്ദം. പക്ഷേ ശബ്ദം കേട്ടെങ്കിലും ശബ്ദം തിരിച്ചറിഞ്ഞത് ശൗല് മാത്രമാണ്. കാരണം ശൗലിനെയാണ് വിളിച്ചത്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന്. സ്തോത്രം. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന ഒരു ശബ്ദം. അന്ന് അവിടെ തീർന്നു ആ പഴയ ജീവിതം. അന്ന് ദമസ്കോസ് റോഡിൽ തീർന്നു ശൗലിൻ്റെ പഴയ ജീവിതം. നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. എൻ്റെ അഡ്രസ്സ് അതാണ്. നീ ഉപദ്രവിക്കുന്ന യേശു, അതാണ് എൻ്റെ അഡ്രസ്സ്. മോനെ, ഇത്രയും കാലം നീ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നില്ലേ? എൻ്റെ ദാസനായ സ്തേഫാനോസിനെ നീ കല്ലെറിഞ്ഞ് കൊന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അനേകരെ നീ പീഡിപ്പിക്കാൻ ശ്രമിച്ചില്ലേ? ഇപ്പോൾ ദമസ്കോസിൽ പാവപ്പെട്ട അനന്യാസ് എന്ന് പറയുന്ന ദൈവദാസൻ്റെ വീട്ടിലേക്ക് നീ പോകുന്നത് അവിടെയുള്ളവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാനല്ലേ? നീ എന്നെ ഉപദ്രവിക്കുകയല്ലേ? നീ അറിയുന്നുണ്ടോ? നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ശൗൽ അവിടെ വെച്ച് വ്യക്തമായി തീരുമാനമെടുത്തു. സഹോദരങ്ങളെ, അതേ യേശു തേജോമയനായി കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തോടെ യോഹന്നാസ്ലീഹയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. സ്തോത്രം. കാലങ്ങൾ മുന്നോട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അതേ യേശു 20-ാം നൂറ്റാണ്ടിൽ സാധു സുന്ദർസിംഗിനെ വെളിപ്പെട്ടു. അതേ തേജോമയനായ യേശു സുന്ദർസിംഗ് വെളിപ്പെട്ടു. സുന്ദർസിംഗ് ആ വെളിച്ചം കണ്ട് അമ്പരം നിന്നുപോയി. തേജസ് മുറിക്കകത്ത് മിന്നുന്നു. ഭയങ്കരമായ തേജസ്. എന്താണെന്ന് മനസ്സിലായില്ല. ഒരു രാത്രിയാണെന്നറിയാം. രാത്രി എന്താണ് ഈ തേജസ്? നേരം വെളുത്തായിരിക്കുമോ? ഞാൻ ഉറങ്ങിപ്പോയോ? അന്ന് എടുത്ത തീരുമാനം 4 മണിക്ക് ഇതിൽ പോകുന്ന ട്രെയിനിൻ്റെ റെയിൽപാളത്തിൽ നിന്ന് അവിടെ ആത്മഹത്യ ചെയ്യാനാണ്. കാരണം എനിക്ക് സമാധാനമില്ല. ഒരു ദൈവം ഉണ്ടെങ്കിൽ ദൈവം എനിക്ക് വെളിപ്പെടണം. അത് ആ ദൈവം ആരുമാകട്ടെ, ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. മുറിക്കകത്തിരിക്കുകയാണ്, ഇരുളിൽ മുറിക്കകത്തിരിക്കുകയാണ്. ഒരവസരത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ മജിസ്ട്രേറ്റായ അപ്പൻ വന്ന് വിളിച്ചു, മോനെ നീ എന്താണ് ഉറങ്ങാത്തത്? പാതിര കഴിഞ്ഞല്ലോ. ഞാൻ ഉറങ്ങിക്കൊള്ളാം. അപ്പൻ പോയി. ഇവൻ കിടന്നു. പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല. വീണ്ടും എഴുന്നേറ്റിരുന്നു. കുറേ നേരം കഴിഞ്ഞു. 4 മണിയായില്ല. അപ്പോഴുണ്ട് പെട്ടെന്നൊരു വലിയ പ്രകാശം. മുറിക്കകത്ത് വലിയ പ്രകാശം, ഉജ്ജ്വലമായ തേജസ്, ഭയങ്കരമായ തേജസ്. നോക്കി, ആ പ്രകാശത്തിൻ്റെ മധ്യത്തിൽ തേജോമയനായ യേശുവിനെ നേരിട്ട് കണ്ടു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അന്ന് അവിടെ വെച്ച് തീരുമാനിച്ചു, ഇനി എൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടിയെന്ന്. ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന ആ സുന്ദർസിംഗ് അങ്ങനെ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. തേജസ്സിൻ്റെ ക്രിസ്തു ഇന്നും കർത്താവ് നമുക്ക് വചനത്തിൽ കൂടി വെളിപ്പെട്ട് കിട്ടുകയാണ്. നാം ഒരു തേജസ്സിൻ്റെ രൂപം കാണുകയല്ല, നാം ഒരു വെളിച്ചം കാണുകയല്ല, പക്ഷേ വചനത്തിൻ്റെ വെളിപ്പാടായി നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്താൻ കിട്ടുകയാണ്. വചനത്തിൻ്റെ പ്രകാശനം ജീവഹേതുകമാകുന്നു. വചനത്തിൻ്റെ പ്രകാശനം നമുക്ക് ലഭിക്കുകയാണ്. വചനത്തിൽ കൂടി കർത്താവ് നമുക്ക് വെളിപ്പെടുകയാണ്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് തേജസ് ഒന്ന് മിന്നുകയാണ്. സ്തോത്രം. നിങ്ങൾക്ക് പറയാം, കർത്താവേ, ഇത്രയും കാലം ഞാൻ നിന്നെ ഉപദ്രവിച്ചു പോയി, നിൻ്റെ മക്കളെ ഉപദ്രവിച്ചു പോയി, നിൻ്റെ വേലയെ ഉപദ്രവിച്ചു പോയി, നിൻ്റെ വേലക്കാരെ ഉപദ്രവിച്ചു പോയി, നിൻ്റെ വേലയെ തടുത്തുപോയി, നിൻ്റെ വേലക്കാർക്കെതിരായി ഞാൻ സംസാരിച്ചു പോയി. കർത്താവേ, ഞാൻ പലതും ദ്രോഹം ചെയ്തു പോയി. നിനക്കെതിരാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല.
ഞാൻ എൻ്റെ ഭക്തി കൊണ്ടാണ് ചെയ്യുന്നതെന്ന് നീ വിചാരിച്ചുള്ളൂ, ഞാൻ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചുള്ളൂ. കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണമേ. ഇന്ന് മുതൽ കർത്താവേ, ഈ തേജസ്സിൻ്റെ നാഥൻ്റെ സാക്ഷിയായി നിൽപ്പാൻ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. തേജസ്സിൻ്റെ നാഥൻ്റെ അരികിലേക്ക് ഞാനിതാ എൻ്റെ ജീവിതം വിട്ടുതരുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ പാദപീഠത്തിലേക്ക് ഞാൻ തന്നെ ഏൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ സമർപ്പിക്കാം. തേജസ്സിൻ്റെ ഉടയവനിതാ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ അരികത്തോടെ മിന്നി പ്രകാശിച്ചുകൊണ്ട് അവൻ സഞ്ചരിക്കുന്നു. ഇതാ നിങ്ങളുടെ ഇടയിലൂടെ നെടുകയും കുറുകയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. മോനെ, നീ ഇരിക്കുന്നിടത്ത് യേശു നിന്നെ കാണുന്നു. മോളെ, നീ ഇരിക്കുന്നിടത്ത് യേശു നിന്നെ കാണുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നോട് മനസ്സിലുവാണ്. യേശു നിന്നോട് കരുണയാണ്. യേശു നിന്നെ സ്നേഹമാണ്. നിൻ്റെ ഭാവിയെക്കുറിച്ച് യേശുവിനൊരു പ്രതീക്ഷയാണ്. നിന്നിൽ ഊന്നി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് കർത്താവിൻ്റെ പ്രതീക്ഷ. നിന്നിൽ നിന്നുകൊണ്ട്, നിന്നിൽ ചവിട്ടി നിന്നുകൊണ്ട് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാനാണ് കർത്താവിൻ്റെ ആഗ്രഹം. സുവിശേഷം ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക്, സുവിശേഷം കടന്നു ചെന്നിട്ടില്ലാത്ത ഭവനങ്ങളിലേക്ക്, സുവിശേഷം കടന്നു ചെന്നിട്ടില്ലാത്ത ഹൃദയങ്ങളിലേക്ക് യേശു ക്രിസ്തു നിന്നിൽ കാലൂന്നി നിന്നുകൊണ്ട് കടന്നു ചെല്ലാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. വിട്ടുകൊടുക്കാൻ നിനക്ക് മനസ്സുണ്ടോ? എനിക്ക് കഴിവില്ല എന്നീ പറയരുത്. കർത്താവേ, ഞാനിതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മാതാവ് പറഞ്ഞതുപോലെ, കർത്താവേ, ഞാനിതാ നിൻ്റെ രൂപം നിൽക്കുന്നു. എന്നെ ഞാൻ നിനക്കിതാ തരുന്നു. ഉള്ള അവസ്ഥയിൽ ഞാനിതാ എന്നെ തരുന്നു. എൻ്റെ കർത്താവേ, ആയിരിക്കുന്നത് പോലെ ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. ഞാൻ ആകേണ്ടതുപോലെ നീ എന്നെ ആക്കി തീർക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഉള്ള അവസ്ഥയിൽ ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. ഈ പാവാവസ്ഥയിൽ ഞാൻ എന്നെ നിനക്ക് തരുന്നു. ഈ ഹീനാവസ്ഥയിൽ ഞാൻ എന്നെ നിനക്ക് തരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലെല്ലാ തിന്മകളോടും കൂടെ ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ തിന്മകൾക്ക് വേണ്ടി നീ പ്രായശ്ചിത്തമണ്ഡം മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. എൻ്റെ പാവങ്ങൾക്ക് വേണ്ടി നീ ക്രൂസിൽ മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. നിൻ്റെ തിരുരക്തം എന്നെ കഴുകാൻ മതിയായതാണെന്നുള്ള വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ എന്നെ നിനക്ക് തരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. യോഹന്നാസ്യായിക്ക് സ്വർഗീയമായ തേജസ്സിൻ്റെ കർത്താവിനെ കാണാൻ ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയമായ ദർശനം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവരെ പോലെ കാൽക്കൽ വീണു. ദൈവത്തിന് സ്തോത്രം. അവനെ കണ്ടാൽ വീണുപോകും. അവനെ കണ്ടാൽ എൻ്റെ കാൽക്കൽ വീണുപോകും. അവനെ കണ്ടാൽ സമർപ്പിച്ചു പോകും. അവൻ നിങ്ങൾക്ക് അരികത്ത് കിട്ടിയാൽ നിങ്ങളോട് വാക്ക് പറഞ്ഞു പോകും. അരികത്ത് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വാക്ക് പറയൂ, യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിൻ്റെ മാത്രം മക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. എൻ്റെ യേശുവേ, ഇപ്പോൾ മുതൽ ഞാൻ നിനക്ക് ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കുമെന്ന് ഞാനിതാ വാക്ക് പറയുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രതിജ്ഞ നീ സ്വീകരിക്കണമേ. എൻ്റെ പ്രതിജ്ഞ അർത്ഥവത്താക്കി തീർക്കണമേ. എൻ്റെ സമർപ്പണം നീ പൂർത്തീകരിക്കണമേ. എന്നാ നീ എന്നോട് കൂടെ ഇരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ സമർപ്പിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ നാഥ, നിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പാടിനും പ്രകാശത്തിനുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കൃപയുടെ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തഴുകണമേ. എല്ലാവരെയും തലോടണമേ. എല്ലാവരുടെയും കണ്ണുനീര് തുടയ്ക്കണമേ. ഭാരങ്ങൾ മാറ്റണമേ. ആകുലങ്ങൾ നീക്കണമേ. സമാധാനം പകരണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമീൻ.